ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1727. ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതി, 266-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതുകൊണ്ട് ഏതൊരാളും പ്രഭാതത്തിൽ കുറച്ച് തിരക്കുകളിലായിരിക്കും, ആരാധനയ്ക്കായിട്ടുള്ള തിരക്കുകളിൽ. ഈ തിരക്കുകളൊക്കെ നമ്മൾ വേഗം തീർക്കും, വേഷമൊക്കെ അഴിച്ചു വെക്കും. പിന്നെ അവനവന്റെ പതിവ് ജീവിതത്തിലേക്ക് ഒരു ഓട്ടം തന്നെയാണ്. ഇതിനിടയിൽ ക്രിസ്തുയേശുവിനെയോ അവന്റെ വചനമുത്തുകളെയോ ഒന്ന് ധ്യാനിപ്പാനായിട്ട്, ഹൃദയത്തിലൊന്ന് ഓർത്തെഴുതാനായിട്ട് ആർക്കാണ് താല്പര്യമുണ്ടാവുക? ഇങ്ങനെ കുഷ്ഠരോഗികളുടെ അരികിലേക്ക്, തളർന്നുപോയ മനുഷ്യരിലേക്ക്, കണ്ണു കാണാൻ പാടില്ലാത്തവരുടെയും കേൾക്കാൻ പാടില്ലാത്തവരുടെയും നടക്കാൻ പാടില്ലാത്തവരുടെയും ഒക്കെ അരികിലേക്ക് ക്രിസ്തുയേശു എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഒരു വല്ലാത്ത അനുകമ്പയും ആർദ്രതയും ഇങ്ങനെ ഉറവ പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അനർഹരുടെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരുടെ കുഞ്ഞു കുഞ്ഞു ഇടപെടലുകൾ ശരിക്കും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും കേട്ടോ. അനർഹരുടെ ജീവിതത്തിലെ അസാധാരണ ഇടപെടലുകളായി സത്യത്തിൽ ക്രിസ്തുയേശുവിന്റെ ഏതാണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ. കൈനീട്ടുന്ന ഒരാളും അവർക്ക് അർഹമായതിന്റെ അവകാശ വീതം ചോദിക്കാൻ വേണ്ടിയല്ല. പിന്നെന്താണ്? എന്റെ ഉള്ളിലെ അലിവിന്റെ ഫലങ്ങളെയാണ്, എന്റെ ഉള്ളിലെ അനുകമ്പയുടെ ഫലങ്ങളെയാണ് അവർ ചോദിക്കുന്നത്. അസാധാരണമായി ഒരാൾ കൈകൂപ്പുകയോ കരഞ്ഞപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമേൽ ദയനീയമായി ഒരുപക്ഷെ അയാളുടെ അവസ്ഥ. ആത്മാഭിമാനത്തിന്റെ അവസാന കണികയും സ്വയം എടുത്ത് കളഞ്ഞിട്ടായിരിക്കും അയാൾ അങ്ങനെ നിലവിളിക്കുന്നത്. ഇങ്ങനെ നിലവിളിക്കുന്ന മനുഷ്യർ ആരുമില്ലാത്തവര്, അവരുടെ എല്ലാമാകാൻ ആർക്കും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ സാധാരണമെന്ന് കരുതുന്ന ചെറിയ ഒരു വിരലസ്പർശം മതി അവിചാരിതമായ ചില വഴിത്തിരിവുകളൊക്കെ സൃഷ്ടിക്കാനായിട്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുന്ന പരിസരത്തെ കുറെ കൂടി കാര്യമായിട്ടൊന്ന് നോക്കാമോ, മനസ്സിലാക്കാമോ എന്നാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മടിക്കരുത്. നമ്മളുടെ വിഭവങ്ങൾ, നമ്മളുടെ ഉള്ളിലെ ശ്വാസം പോലും ലഭിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ദാനമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്കങ്ങനെ അടങ്ങിയിരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. ക്രിസ്തുയേശുവിന്റെ മാതൃക അതുതന്നെയാണ്. കുറച്ച് അനുകമ്പയും കാരുണ്യവും ഉള്ളിൽ നിന്ന് ഉറവ് പൊട്ടി ഒഴുകാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.